ചെന്നിത്തല നവോദയ വിദ്യാലയത്തിന്റെ ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചും സമരവും സംഘർഷത്തിലെത്തി. SFIയും KSUമാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നടന്നു. രാവിലെ 10 മണിയോടെ KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സ്കൂളിൽ നിന്നുമുണ്ടാകുന്ന മാനസിക പീഡനമാണ് കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് KSU പ്രവർത്തകർ ആരോപിച്ചു. കുട്ടികൾക്ക് വിദഗ്ധമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരുന്നെങ്കിലും അവയൊന്നും നടപ്പാക്കിയിരുന്നില്ല എന്നും KSU പ്രവർത്തകർ ആരോപിച്ചു. പ്രതിഷേധക്കാർ സ്കൂളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. ഇതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. വെള്ളിയാഴ്ച സ്കൂൾ അധികൃതർ വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിക്കാം എന്ന് ഉറപ്പു നൽകിയതിനു ശേഷമാണ് KSU സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോദയ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. ഈ മാർച്ചിൽ സംഘർഷവുമുണ്ടായി. പ്രതിഷേധക്കാർ സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. തടയാനായി എത്തിയ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധക്കാർ തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ തിരിഞ്ഞപ്പോൾ പോലീസ് ലാത്തി വീശി. സ്കൂളിനുള്ളിലേക്ക് കടന്ന് പ്രതിഷേധക്കാർ സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ കുത്തിയിരുന്ന് ധർണ നടത്തി. സ്കൂളിൽ നടക്കുന്ന പീഡനങ്ങളുടെ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് സമരക്കാർ പ്രതിഷേധം നടത്തിയത്. തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അറസ്റ്റ് ചെയ്യുന്നതിനിടയിലും പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ചൊവ്വാഴ്ചയാണ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അഭിഗീതിനെ സ്കൂളിന്റെ ശുചിമുറിക്ക് സമീപം തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നേഹ ഇവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിനുശേഷം 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികൾ റാഗ് ചെയ്ത സംഭവമുണ്ടായി. തുടർച്ചയായി സ്കൂളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായി നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വൻ പ്രതിഷേധമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നും വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം സ്കൂളിന്റെ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ നേരിടുന്നത് കഠിനമായ പീഡനമാണെന്നും സ്കൂളിനുള്ളിൽ കൃത്യമായ പരിശോധനകൾ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ആദ്യം ഒരു പെൺകുട്ടി ആദ്യം മരിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ആൺകുട്ടിയെ ഇവിടെ മരിച്ചു. ഇത് കൊലപാതകമാണ്. ഇതിനകത്തൊക്കെ സൈക്കോ അധ്യാപകരുണ്ട്. അവരെ ആദ്യം പിടികൂടണം. മനസ്സിലായോ? എനിക്കൊരു പെൺകുഞ്ഞുള്ളതാണ്. പ്രതികരിക്കാൻ ആരുമില്ല. രണ്ടാമത്തെ ഭരണമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് കർശനമായിട്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും പോലീസും ഉൾപ്പെടെ ഇടപെട്ടിട്ട് കണ്ണീരാ, ഒരു പിതാവിൻ്റെ കണ്ണീരായത്. അപ്പോൾ ഇത് സൈക്കോൾ അധ്യാപകരുണ്ട്. അവരെ ആദ്യം പൊക്കണം. ഇതൊക്കെ കൊലപാതകങ്ങളാണ്. ഇതൊന്നും ആത്മഹത്യ ഒന്നുമല്ല. CDNet ന്യൂസ്, മാന്നാർ.